ഇവരുടെ എല്ലാ ആരോപണങ്ങളുടെയും അടിസ്ഥാനം വിവരക്കേട് തന്നെയാണ്. അത് ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, മങ്കൂസ് മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വലദതുഹു മഖ്തൂനൻ വ മക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ മഖ്തൂൻ ആയിട്ടാണ് പ്രസവിക്കപ്പെട്ടത്. മഖ്തൂൻ എന്ന് പറഞ്ഞാൽ ചലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രസവിക്കപ്പെട്ടു. ഇത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞതാണ് വലിയ വിഷയം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുന്ന സീറയുടെ കിതാബുകൾ ധാരാളമുണ്ട്. വലിയ വലിയ വാല്യങ്ങളുള്ളതുണ്ട്, ചുരുങ്ങിയ രൂപത്തിൽ രചിക്കപ്പെട്ടതും ധാരാളമുണ്ട്. വലിയ വലിയ ഇമാമിങ്ങൾ, ഇസ്ലാമിക ലോകം കണ്ട ചരിത്ര പണ്ഡിതന്മാരൊക്കെയാണ്, ഹദീസിന്റെ ഉലമാക്കളൊക്കെയാണ് അത് രചിച്ചിട്ടുള്ളത്. ഇതിലൊക്കെയും പറയുന്ന ഒരു വിഷയമാണ് റസൂലുള്ളാഹി മഖ്തൂനായിട്ട് പ്രസവിക്കപ്പെട്ടു എന്ന വിഷയം. അത് മങ്കൂസ് മൗലിദിലും പറഞ്ഞു എന്നല്ലോ. പിന്നെന്താ കേസ്? വലിയ കേസ് എന്താ? അത് സഹിയായ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മിൻ കറാമത്തി അലാ റബ്ബി അന്നി വലിത്തു മഖ്തൂനൻ വലം യറ അഹദുൻ സൗഅത്തി, അല്ലാഹു തആല എനിക്ക് നൽകിയ കറാമത്തിൽ, ബഹുമാനത്തിൽ പെട്ടതാണ് ഞാൻ പ്രസവിക്കപ്പെട്ടു. എങ്ങനെ? മഖ്തൂനായിട്ട്, അഥവാ ചലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രസവിക്കപ്പെട്ടു. ആരും, അന്യരായ ഒരാളും എൻ്റെ ഔറത്ത് കണ്ടിട്ടില്ല, കാണേണ്ടുന്ന അവസ്ഥ അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ഇത് ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അസാക്കിർ തുടങ്ങിയുള്ള ഉലമാക്കൾ, ഹദീസിന്റെ വലിയ വലിയ ഉലമാക്കളൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ ഇമാം തബറാനിയുടെ റിപ്പോർട്ടിൽ സുഫിയാൻ ഇബ്നു മുഹമ്മദ് മുസൈസി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്. അദ്ദേഹം അത്ര യോഗ്യനല്ല എന്ന് ഉലമാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഹീഹ് അല്ല, ദുർബലമാണെന്ന് പറയും. എന്നാൽ ഇതേ ഹദീസ് തന്നെ ഈ സുഫിയാൻ ഇബ്നു മുഹമ്മദിന്റെ സ്ഥാനത്ത് ഹസൻ ഇബ്നു അറഫ എന്ന് പറയുന്ന മറ്റൊരു റാവിയിലൂടെയും വരുന്നുണ്ട്. അദ്ദേഹം മോശക്കാരനല്ല, യോഗ്യം തന്നെയാണ്. ആ റിപ്പോർട്ടുകളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ, തമ്മിൽ ചേർക്കുമ്പോൾ ഏതായാലും ഇത് ഈ ഹദീസിന് ഈ പറയപ്പെട്ട റിപ്പോർട്ട് ഹദീസിന് ഏത് ലഭിക്കുന്നു? ശക്തി ലഭിക്കുന്നു. അത് സഹീഹിന്റെ സ്ഥാനത്തേക്ക് ഉയരുന്നു എന്ന നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ദിയാഉദ്ദീനുൽ മുഖദ്ദസി തന്നെ മുഖ്താർ അഹാദീസുൽ മുഖ്താറ, അഥവാ സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഇല്ലാത്ത സഹീഹായ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അൽ അഹാദീസുൽ മുഖ്താർ. ഇതിൽ ഈ ഹസൻ ഇബ്നു അറഫ വഴി ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് സഹിയാണ് എന്ന് ദിയാഉദ്ദീൻ മുഖദ്ദസി എന്നവർ മുഖ്താറത്തിൽ ഈ ഹദീസ് സഹിയാക്കിയിരിക്കുന്നു എന്ന് ഇമാം സുയൂത്തി ഖസായിസുൽ കുബ്രായിൽ പറയുന്നുമുണ്ട്. അപ്പോ ഈ ഹദീസ് മറ്റ് റിപ്പോർട്ടുകളിലേക്ക് ചേർക്കുമ്പോൾ, ഈ റിപ്പോർട്ടുകൾ, സനദുകൾ തമ്മിൽ ചേരുമ്പോൾ അത് പ്രബലമായി തീരുന്നു, അത് സഹീഹിന്റെ നിലവാരത്തിലേക്ക് ഉയരുന്നു എന്ന നിലപാടുകാരുണ്ട്. ഇമാം ദിയാഉദ്ദീൻ മുഖദ്ദസി, ഇമാം സുയൂത്തി പോലെയുള്ള വലിയ വലിയ ഉലമാക്കളൊക്കെ ആ നിലപാടുകാരാണ്. അതാണ് അവരാ പറഞ്ഞത്. മറ്റു ചിലർ അത് അംഗീകരിക്കുന്നില്ല. അത് അവരവർ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. അതുകൊണ്ടാണത്. ഏതെങ്കിലും ആവട്ടെ സഹീഹാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിച്ച പ്രഗത്ഭരായ ഉലമാക്കൾ ഹദീസിന്റെ ഉലമാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതനുസരിച്ച് മങ്കൂസ് മൗലിദിൽ ഇത് മുസ്നദായി സഹീഹായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിലൊരു തെറ്റുള്ളത്? ഒരു തെറ്റും അതിലില്ല, ഒരു തെറ്റുമില്ല. അതിൽ ആ നിലക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ട് ആരോപിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോപിക്കാൻ വേണ്ടി ആരോപണം എന്നല്ലാതെ വസ്തുതയുമായി ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ഉള്ളതുപോലെ മനസ്സിലാക്കിയാൽ മതിയല്ലോ. പിന്നെന്താ ആരോപണത്തിന്റെ നിലവാരമുള്ളത്? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഖ്തൂനായി ചലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ട് പ്രസവിക്കപ്പെട്ടു. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെയുമുള്ളൊരു കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ഹാക്കിം തന്നെ മുസ്തദറക്കിൽ പറഞ്ഞത് റസൂലുള്ളാഹി മഖ്തൂനായിട്ടാണ് പ്രസവിക്കപ്പെട്ടത് എന്നത് മുത്തവാത്തിറായി വന്ന വിഷയമാണ്. അതിൽ സംശയത്തിന് പോലും സാധ്യതയില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇമാം ഹാക്കിം മോശക്കാരനൊന്നുമല്ല, ഹദീസിന്റെ ഉലമാക്കൾ വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെ അംഗീകരിക്കാത്തവരുമുണ്ട്, ഉണ്ടാവും. ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മങ്കൂസ് മൗലിദിൽ സഹിയായത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല.
ആ നിലക്ക് അതിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹിയാക്കുന്ന ഉലമാക്കളുണ്ട്, പ്രഗത്ഭരായ ഉലമാക്കളുണ്ട്, അതനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു എന്ന് അതിനെ മനസ്സിലാക്കിയാൽ ഒരു വിഷയവും ഇവിടെ വരാനില്ല. പിന്നെന്താണ്, ഇത് ഫളായിലുകളാണ്. റസൂലുള്ളാഹി മഖ്തൂനായിട്ട് പ്രസവിക്കപ്പെട്ടു എന്നത് നിയമങ്ങളെ ബാധിക്കുന്ന അഹ്കാമുകളെ, വാജിബ്, സുന്നത്ത്, ഹറാം, ഹലാൽ പോലെയുള്ള നിയമങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഫളായിലുകളാണ്, ചരിത്രമാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ശ്രേഷ്ഠതകൾ, കറാമത്തുകളാണ്. അതിന് ഈ സഹീഹായി അല്ലെങ്കിൽ സഹീഹ് ബുഖാരിയിൽ അല്ലെങ്കിൽ അഹ്കാമുകൾ സ്ഥിരപ്പെടേണ്ടെന്ന മാനദണ്ഡം കൊണ്ട് സ്ഥിരപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാന നിയമം. ഫളായിലുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഉലമാക്കളുടെ വലിയ വലിയ ഉലമാക്കൾ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ നിലപാടിൻ്റെ ആ വിഷയത്തിൽ അങ്ങനെയാണ്. ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ടിൻ്റെ നിലവാരം വ്യത്യാസപ്പെട്ടാൽ അത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും ഉണ്ടായിരിക്കും. എല്ലാത്തിലും ഒരേ മാനദണ്ഡം അല്ല. അത് ഇവരുണ്ടാക്കി തീർക്കുന്നതാണ്, വസ്തുതക്ക് യോജിക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സഹിയായി യാതൊരു തർക്കവും സംശയമില്ലാതെ അംഗീകരിക്കപ്പെടേണ്ട റിപ്പോർട്ടിലൂടെ വരേണ്ടെന്ന് ആവശ്യമുള്ള വിഷയമേ അല്ല. ഇനി അങ്ങനെ വന്നിട്ടുണ്ടോ, ഉണ്ട് എന്ന് ഉലമാക്കളിൽ അംഗീകരിക്കപ്പെടാൻ പറ്റുന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റും സംശയം ആരോപിക്കേണ്ട ആവശ്യമില്ല. വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷിക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇവരുടെ എല്ലാ ആരോപണങ്ങളുടെയും സ്ഥിതി എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പാടി പറഞ്ഞ് തങ്ങളോടുള്ള മാനസികമായ ബന്ധം വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.